23 വർഷങ്ങൾക്ക് മുൻപ് ഒരു മഞ്ചേരിക്കാരൻ തിരുവനന്തപുരത്തെത്തി തുടക്കമിട്ട ബിസിനസ് ഇന്ന് കേരളത്തിൽ സെലിബ്രിറ്റികളടക്കം ആദ്യം തിരഞ്ഞെടുക്കുന്ന ബ്രാൻഡ് ഡിമോറ ഹോട്ടൽസ്. ഒരു സ്റ്റാർ ഹോട്ടൽ ആയിരുന്നിട്ട് കൂടി ഇതുവരേക്കും ഒരു ബാർ പോലും തുറക്കാതെ തങ്ങളുടെ വിശ്വാസങ്ങളെയും ബിസിനസ് തന്ത്രങ്ങളെയും മുറുക്കെ പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ഇപ്പോഴും വിജയക്കൊടി പാറിക്കുന്ന ഡിമോറ ഗ്രൂപ്പിന്റെ അവരുടെ ഡോണർ കമ്പനിയായ സമാന ഗ്രൂപ്പിന്റെ ഫൗണ്ടറായ ശ്രീ OMA റഷീദ് സാറും അഡീഷണൽ ഡയറക്ടറായ സാബിത് കൊരാമ്പയുമാണ് ഇന്ന് വൈസപ്പിൽ നമ്മളോടൊപ്പം ഉള്ളത്. ശരിക്ക് കേരളം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് വൺ കൺട്രി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പ്രകൃതി, നമ്മുടെ വെള്ളം, നമ്മുടെ ക്ലൈമറ്റ് അനന്തമായ സാധ്യതകളുള്ള ഏരിയയാണ്. ഇതിന് മൂന്നിന് ശരിക്കും നമുക്ക് ഇതുവരെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ടൂറിസത്തിന് വേണ്ടി മാത്രം ഒരു മിനിസ്റ്റർ വരണം, അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ വൈഡായൊരു ഏരിയ ഉണ്ട്. ബാക്ക് ഓഫീസുകൾ, വലിയ വലിയ കമ്പനികളുടെ ബാക്ക് ഓഫീസുകൾ കേരളത്തിന് ഒരുപാട് സാധ്യതയുണ്ട്. ടീമിനെ ഹയർ ചെയ്യുന്നതിൽ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് എന്തെങ്കിലും ഒരു സീക്രട്ട് സോഴ്സ് ഉണ്ടാകും? പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഇപ്പം അവൈലബിലിറ്റി വളരെ കുറവാണ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് കോവിഡ് വന്നതിൻ്റെ ശേഷം പല ആളുകളും പല സെക്ടറിലേക്കും മാറി. ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞ് ഒരാളും വെറുതെ നിൽക്കുന്നില്ല, എല്ലാവർക്കും ജോലിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ 2 വർഷം ഞങ്ങളിവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ഏരിയയിലേക്ക് അവർക്ക് ജോലി കിട്ടുന്നുണ്ട്. ലാൻഡ് അക്വസിഷൻ മുതൽ ഒരു ഹോട്ടൽ ഡെവലപ്പ് ചെയ്ത് അത് വിജയിപ്പിക്കുന്നതിന് വരെയുള്ള എല്ലാവിധ ടീമും ഞങ്ങളുടെ അടുത്തുണ്ട്. 2000-ലാണ് സമാന ഗ്ലോബൽ ബിസിനസ് സൊല്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2000-ൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ട് ഒരു 23 വർഷത്തെ വലിയൊരു ജേർണി ഉണ്ട് ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിന്, വേറെ പല വെർട്ടിക്കൽസ് ആയിട്ട്. ഈ 2000-ന് മുന്നേ ഉള്ളൊരു ജേർണി, ഈ 2000-ൽ കമ്പനി ഫോർമേഷൻ വരെ എത്തിയ ഒരു ജേർണി ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു റഷീദ് ഖാൻ? ഞാൻ പഠിച്ചത് പിന്നെ മമ്പാട് MS കോളേജിൽ നിന്നാണ് PG കംപ്ലീറ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ചെറിയ ബിസിനസ്സുകളും സ്ഥാപനങ്ങളൊക്കെ ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചെറിയ തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ PG കഴിഞ്ഞതിന് ശേഷം മഞ്ചേരിയിൽ ഒരു മാർബിൾ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു വർക്കിംഗ് പാർട്ണർ. അത് 92-ലാണ്. എനിക്കന്ന് 27 വയസ്സ്. 10 വർഷമാണ് ഞാൻ ആ മാർബിൾ ബിസിനസ് ചെയ്തത്. മഞ്ചേരിയിൽ മൗലാന മാർബിൾസ് എന്നൊരു സ്ഥാപനം തുടങ്ങി, പിന്നെ AR മാർബിൾസ് എന്നിട്ട് അങ്ങനെ 2 ഷോപ്പുകളാണ് ഞാൻ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത്. ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് ജേർണി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ബിസിനസ്സുകാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മലപ്പുറം ജില്ലയിലുള്ള ഒരുപാട് നല്ല ആളുകളായിട്ടുള്ള ബന്ധങ്ങളുണ്ടായി. ആ സമയത്ത് ഗൾഫിലൊക്കെ വിസിറ്റിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ മലയാളികളായ ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള സൗദിയിലാണ്, മലപ്പുറത്തുള്ള ആൾക്കാർ. അങ്ങനെയുള്ള ഒരാൾക്കാർ അവരെ ജീവിതത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ അവരെ സമ്പാദ്യങ്ങളൊക്കെ അവസാനിച്ച് അവർ വളരെ ദുരിതപൂർവമായ ജീവിതം നയിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ മനസ്സിലുള്ള ഒരു ആദ്യമായിരുന്നു വന്നത്. അപ്പോൾ ഈ വിദേശത്തു നിന്ന് മടങ്ങി വരുന്ന ആൾക്കാർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു മേഖല തുടങ്ങണം. ഒരു സാമ്പത്തിക രംഗത്തുള്ള ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് സാധാരണക്കാരായ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബിസിനസ് ആരംഭിക്കണമെന്ന് അന്ന് മനസ്സിൽ ഉദിച്ച ഒരു തീരുമാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2000-ൽ ഞങ്ങളെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. മഞ്ചേരി ബേസ് ചെയ്തുകൊണ്ട് സമാന ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. മഞ്ചേരി ബേസ് ചെയ്തുകൊണ്ട് തുടങ്ങിയത്. അന്ന് എൻ്റെ കൂടെ 3 പ്രധാന പാർട്ട്ണർമാരുണ്ടായിരുന്നു. അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 50ഓളം ഷെയർ ഹോൾഡർമാരാണ് സ്റ്റാർട്ടിങ്ങിലുണ്ടായത്. ആദ്യം ഞങ്ങളൊരു കമേഴ്ഷ്യൽ കോംപ്ലക്സ് ആണ് ഉണ്ടായത്. ടൗണിൽ തന്നെ ഒരു പ്രൈം ലൊക്കേഷന് വിലക്ക് വാങ്ങിയിട്ട് അവിടെ ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടാക്കി കൺസ്ട്രക്ഷനിൽ. ആ ബിൽഡിങ്ങിൽ തന്നെ നമ്മൾ കുറേ റീറ്റെയിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ഹന്ന സിൽസ്, ലേണേഴ്സ് ക്യാൻറ്റീൻ, എങ്ങനെ തുടങ്ങിയിട്ട് കുറേ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാത്തിനും സെപ്പറേറ്റ് കമ്പനി ആയിരിക്കും, ഇൻവെസ്റ്റർമാർ വേറെ ആയിരിക്കും. അപ്പോൾ നമ്മളെ ഓരോ വർഷത്തെയും ഗ്രോത്തിനനുസരിച്ച് ഇൻവെസ്റ്റർമാരുടെ എണ്ണം അങ്ങനെ കൂടി, സ്ഥാപനങ്ങൾ ഒരുപാടായി. പിന്നെ ഈ ഫീൽഡിലൊക്കെ ഭയങ്കരമായ കോമ്പറ്റീഷനും ഇതുപോലെ ഒരു ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റിയൊരു ഏരിയ അല്ല ഈ ബിസിനസ്സുകൾ നിലക്ക്. ആ ബിസിനസ്സുകളൊക്കെ ഒരു ടൈമായപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു. ടെക്സ്റ്റൈൽസ് ബിസിനസ് നിർത്തി. അതുപോലെ തന്നെ മറ്റുള്ള കുറേ സ്ഥാപനങ്ങൾ ഞങ്ങൾ ക്ലോസ് ചെയ്യുകയും കുറച്ചുകൂടി ഈ കാലഘട്ടത്തിലാണ് ഞങ്ങൾ അപ്പോളോ ഗോൾഡുമായി ചേർന്നിട്ട് അപ്പോളോ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോളോ ബിൽഡേഴ്സ് വിദേശത്തും നാട്ടിലൊക്കെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പറായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമാന
മെയിനായിട്ട് റിയൽ എസ്റ്റേറ്റ് തന്നെയായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു 90 സെൻറ്റ് സ്ഥലം നമ്മൾ ടൗണിൻ്റെ നടുക്ക് തന്നെ ഞങ്ങൾ വാങ്ങിയിരുന്നു. ഏത് വർഷത്താണ്? അത് 2006 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പോളോ ബിൽഡേഴ്സ് വന്നതിന് ശേഷം അവിടെ നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മളവിടെ ഒരു ഹോട്ടൽ ഉണ്ടാക്കി. ഹോട്ടൽ ഉണ്ടാക്കുക എന്നുള്ളത് ആരായിരുന്നു? ശരിക്കും പറയുകയാണെങ്കിൽ അത് എൻ്റെ ആശയമായിരുന്നു. നമ്മൾ ശരിക്കും ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മളുടെ ലാൻഡ് വാങ്ങിയപ്പോൾ നമ്മളുടെ ഒരു ലോഡ്ജ് സെറ്റിൽ, അന്നത്തെ ഒരു കാലത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡൊക്കെ തൊട്ടടുത്ത് ചെറിയ എമൗണ്ടിന് താമസിക്കാൻ പറ്റുന്ന ഒരു ലോഡ്ജായിരുന്നു ആദ്യത്തെ ഒരു സ്വപ്നം. പക്ഷേ ആ ലാൻഡിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയപ്പോൾ ഒരു സ്റ്റാർ ഹോട്ടലിൽ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അതായത് 135 റൂംസുള്ള തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒരു സ്റ്റാർ ഹോട്ടൽ ഞങ്ങൾക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ നമ്മൾ ഹോട്ടൽ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി പല ബ്രാൻഡുകളുമായി സംസാരിച്ചു. അപ്പോൾ എല്ലാ ബ്രാൻഡുകൾക്കും സ്റ്റാർ ഹോട്ടൽ അക്കോമഡേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ബാർ നിർബന്ധമാണ്. ഞങ്ങൾക്കാണെങ്കിൽ ബാറിനോട് തീരെ താല്പര്യമില്ല. ബാറില്ലാതെ ഒരു സ്റ്റാർ ഹോട്ടൽ നമുക്ക് എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൂടാ? അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ നല്ല ഒരു സാധ്യത ഉണ്ട്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെവിടെയും ശാന്തമായി താമസിക്കാൻ പറ്റുന്ന, നല്ല ഫുഡ് കിട്ടുന്ന, ബിസിനസ്സുകാർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു നല്ല ബാറില്ലാത്ത ഹോട്ടലിൻ്റെ സാധ്യത ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഡിമോറ എന്നുള്ള ബ്രാൻഡിൽ നമ്മൾ ഒരു ഹോട്ടൽ 2016 ഹോട്ടൽ ഇനാഗ്രേറ്റ് ചെയ്തത്. ഹോട്ടൽ ഇനാഗ്രേറ്റ് ചെയ്ത് ആ ഹോട്ടൽ വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലയിടങ്ങളിൽ നിന്നും നമുക്ക് ഇതേപോലെയുള്ള ഹോട്ടൽ തുടങ്ങാനുള്ള ഒരുപാട് സാധ്യതകൾ വന്നു. പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് നമ്മുടെ കോഴിക്കോട് നഗരമാണ്. കോഴിക്കോട് ഡിമോറിൻ്റെ ഒരു 1.25 ഏക്കർ സ്ഥലത്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. 2019 അതിന് പണി പൂർത്തിയായി. 2020 സ്റ്റാർട്ടിങ്ങിൽ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കോവിഡ് വന്ന് പ്രതിസന്ധിയായത്. എങ്കിലും നമ്മൾ 2 വർഷം കുറച്ച് പ്രയാസപ്പെട്ടെങ്കിലും കോഴിക്കോട് ഇപ്പോൾ നമ്മൾ നമ്പർ 1 ട്രിപ്പ് അഡ്വൈസറൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് 150ഓളം സ്റ്റാർ ഹോട്ടലുകളുണ്ട്. അതിൽ നമ്മൾ നമ്പർ 2 ഡിമോറ തിരുവനന്തപുരത്ത്. കോഴിക്കോട് നമ്മൾ നമ്പർ 1 അങ്ങനെ കേരളത്തിൻ്റെ ഒരു സ്വന്തം ബ്രാൻഡായി ബാറില്ലാത്ത ഡിമോറ എന്നൊരു ബ്രാൻഡിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. ആക്ച്വലി മഞ്ചേരിയിൽ നിന്നിട്ട് മഞ്ചേരിക്കാരനായിട്ടുള്ള റഷീദ്ക്ക തിരുവനന്തപുരത്ത് അത്രയും ദൂരത്ത് പോയിട്ട് ഇങ്ങനെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയല്ലോ. അപ്പം ശരിക്കും ഒരു സാധാരണ ടൈൽ ഷോപ്പ് അങ്ങനെയല്ലോ പറഞ്ഞു. അതെ, മാർബിൾ ഷോപ്പ്. ഒരു വലിയ ഹോട്ടൽ അങ്ങനെ ഒരു ഡ്രീം ചെയ്യുക, അതിലേക്ക് ഫണ്ട് വരിക, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പിന്നീട്? ഇൻവെസ്റ്റർമാർ ഇങ്ങനെ നമുക്ക് ഓരോ ഘട്ടത്തിലും ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതിന് ധാരാളം ഇൻവെസ്റ്റർമാർ വന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ ഇല്ലാത്ത നല്ല ഫീൽഡ് ഏത് എന്നാണ് നമ്മൾ കാര്യമായിട്ട്. കാരണം ഇപ്പോൾ ട്രെൻഡ് എന്താ ചോദിച്ചാൽ, ഒരാൾ ചെറിയ സ്ഥാപനം തുടങ്ങും, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത ആൾ അതേ സ്ഥാപനം തുടങ്ങും, രണ്ടുപേരും ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് അത് രണ്ടുപേർക്കും ഇല്ലാതാവും. അപ്പോൾ നമുക്ക് ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഹോട്ടലിൻ്റെ ഒരു സാധ്യത വളരെ വിശാലമായ ഒരു സാധ്യതയാണ്. എസ്പെഷ്യലി കേരളത്തിൽ ടൂറിസം മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഉള്ളൊരു തുടക്കം എന്നുള്ള നിലക്കാണ് നമ്മൾ ഡിമോറ തുടങ്ങിയത്. ആ സാധ്യതകളെ നമ്മൾ ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റാലിറ്റി ബിസിനസ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മേഖല നമ്മളെ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയിരിക്കും, പ്രത്യേകിച്ച് കേരളം പോലത്തെ ഒരു സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ ഡ്രീം ചെയ്യുന്ന ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഡ്രീം ചെയ്യുന്ന ഒരാൾക്ക് എത്ര ഈസി ആയിരിക്കും അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ അതിൻ്റെ ഫണ്ടിങ് പാർട്ട്? ശരിക്കും നമ്മൾ നോക്കുമ്പം ഇത് ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളാണ് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. ഹോട്ടലിൽ ഒന്ന് നല്ല, കാരണം അത്യാവശ്യം നല്ല വാല്യുവേഷൻ അല്ലെങ്കിൽ നല്ല വാല്യൂ വരുന്ന ലാൻഡാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. കാരണം ടൗണിൻ്റെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് ഹോട്ടൽസ് വേണം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വേണം, എയർപോർട്ട് വേണം, അതിൻ്റെയൊക്കെ ആണ്. അപ്പം കണക്ടിവിറ്റി നോക്കുമ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു എമൗണ്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത് കൺസ്ട്രക്ഷൻ മേഖലയിൽ അത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റും. പൊതുവെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ഒരു 8-10 പേര് കൂടിയിട്ടൊരു സംരംഭം തുടങ്ങുക എന്നുള്ളത്. ഞങ്ങളിൽ നിന്ന് പാർട്ണർഷിപ്പ്, ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരത്തെ MD പറഞ്ഞതുപോലെ തന്നെ ചെറിയ സാധാരണക്കാരായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്രൗഡ് ഫണ്ടിങ് എന്ന രീതിയിലേക്കാണ് ഞങ്ങൾ ആദ്യം തിരിഞ്ഞത്. അപ്പോൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് പല ആളുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ടാണ് ഈ എമൗണ്ട് ഞങ്ങൾ സ്വരൂപിച്ചെടുത്തത്. അപ്പോൾ ഏതൊരു സാധാരണക്കാരനായ ആളുകൾക്കും പറയാം, ആ ട്രിവാൻഡ്രത്തുള്ള 5 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ കോഴിക്കോടുള്ള 5 സ്റ്റാർ ഹോട്ടൽ എൻ്റേതാണ് എന്നുള്ളത്. അതെ, അതിൻ്റെ ഒരു ഓണർഷിപ്പ് എടുക്കാൻ അവർക്കെല്ലാം കഴിയും.
ആ ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾ തുടക്കം മുതലേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ശരിക്കും ഒരു ലീഗാലിറ്റി എന്താണ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ? ഒരു കമ്പനിയിൽ ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലോ അല്ലെങ്കിൽ LLP ആണെങ്കിലോ അതിലാർക്കും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് നമ്മൾ ഇത്രത്തോളമൊക്കെ എത്തി. ഈ ഒരു ടൂറിസം മേഖലയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഇപ്പൊ എത്രത്തോളമാണ്? ടൂറിസം മേഖലയിൽ ഗവൺമെന്റ് സപ്പോർട്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും വരുമാനങ്ങളുടെ ഏറ്റവും വലിയൊരു മാർഗം ടൂറിസമാണ്. അത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. ഗവൺമെന്റ് തലത്തിലാണെങ്കിലും നമ്മുടെ കേരളത്തിലെ ഓരോരോ വ്യക്തികൾക്കും അറിയാം നമ്മളെ ഏറ്റവും വലുത് ടൂറിസമാണ് എന്നുള്ളത്. അപ്പോൾ ആ ടൂറിസം മേഖലയിലേക്ക് നേരത്തെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് ടൂറിസത്തിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാൻ ഇതുവരെ ഒരു മിനിസ്റ്റർ ലെവലിൽ ഒരു സെപ്പറേറ്റ് മിനിസ്റ്റർ വന്നിട്ടില്ല. പല സെക്കൻഡറി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പല വലിയ വലിയ വകുപ്പുകൾ കീഴിൽ ഒരു സെക്കൻഡറി ലെവലിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സാധാരണ വരാറുള്ളത്. അല്ല അതിനായിട്ടൊരു എക്സ്ക്ലൂസീവായിട്ട് ഒരു മിനിസ്റ്റർ ഇതുവരെ ഇത്രയും കാലത്ത് കൊണ്ടുവരില്ല. അത് വന്ന് നമ്മളെ തീർച്ചയായും, കാരണം കേരളത്തിന് വളരെ ഏറ്റവും വലിയ ശരിക്ക് കേരളം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പ്രകൃതി, നമ്മുടെ വെള്ളം, നമ്മുടെ ക്ലൈമറ്റ്, ഇത് മൂന്നും അനന്തമായ സാധ്യതകളുള്ള ഏരിയയാണ്. ഇതിന് മൂന്നിനും ശരിക്കും നമുക്ക് ഇതുവരെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് നമ്മൾ ആയുർവേദത്തിൻ്റെ കാര്യം മാത്രം പറയാം. ആയുർവേദം ശരിക്ക് കേരളത്തിൻ്റെ സ്വന്തം, ഇവിടുത്തെ മഹർഷിമാരും മുനിമാരൊക്കെ ആണ് ആയുർവേദത്തിന് ശരിക്കും രൂപകൽപ്പന ചെയ്തത്. ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുള്ളതും ആയുർവേദത്തിലാണ്. പക്ഷേ ഇന്ന് കേരളത്തിനേക്കാളേറെ തമിഴ്നാടും കർണാടകയും ഈവൻ ഗുജറാത്ത് ഒക്കെ അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ശരിക്കും ആയുർവേദത്തിനെ പൂർണ്ണമായും ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ വിദേശത്തു നിന്നുള്ള ആൾക്കാർ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആദ്യം പ്രിഫർ ചെയ്യുന്നത് ശരിക്കും കേരളം ആകേണ്ടിയിരുന്നു. പക്ഷെ നമ്മുടെ സാധ്യതകൾ നമ്മൾ തിരിച്ചറിയാത്ത കാരണത്താൽ അത് മറ്റ് പല സ്റ്റേറ്റുകളും അത് നന്നായി തിരിച്ചറിഞ്ഞ് അവരെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. സാബിത്ത് പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ടൂറിസത്തിന് വേണ്ടി മാത്രം ഒരു മിനിസ്റ്റർ വരണം. ആ മിനിസ്റ്റർ അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ വൈഡായൊരു ഏരിയ ഉണ്ട്. ശരിക്കും നമ്മൾ കേരളത്തിനെ ബ്രാൻഡ് ചെയ്യാനും കേരളത്തിനെ പ്രൊമോട്ട് ചെയ്യാനും കേരളത്തിലെ ടൂറിസം സാധ്യതകളെ വികസിപ്പിച്ചെടുക്കാനും അനന്തമായ സാധ്യതകളുണ്ട്. ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ നടത്തി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമാണ്. ഏറ്റവും നല്ല ഡോക്ടേഴ്സ് അത് ഏത് രാജ്യത്ത് ചെന്നാലും മലയാളികളാണ്. നഴ്സുമാർ ഏറ്റവും കൂടുതൽ മലയാളികളാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനെങ്കിൽ ഇപ്പോൾ ഗൾഫ് കൺട്രീസിലുള്ള ആളുകളൊക്കെ അവരെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ജർമ്മനിനെയും യൂറോപ്പിനെയും മറ്റ് രാജ്യങ്ങളെയാണ് അവരെ. ശരിക്കും നമുക്ക് ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവസരങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറും അവസരങ്ങളും നമ്മൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യണം. അത് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇവിടെ ഇതൊക്കെ വളരുന്നത്. സത്യത്തിൽ നല്ല ഹോസ്പിറ്റലുകൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായും വിദേശികൾ നമ്മുടെ കേരളത്തിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരും. ഈ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ടൂറിസം എന്ന് പറഞ്ഞാൽ വളരെ അനന്തമായ സാധ്യതകളാണ്. ഉദാഹരണത്തിന് ഒരു ഫാമിലിയിൽ ഒരാൾ ട്രീറ്റ് ചെയ്യാനാണ് കേരളത്തിലേക്ക് വരുന്നതെങ്കിൽ പോലും അറബികളൊക്കെ വരുമ്പോൾ അവർ ഫാമിലി മൊത്തമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരാൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ കേരളത്തിലെ ഇവിടുത്തെ പ്രകൃതിരമണീയമായ ഈ സാധ്യതകളിലേക്ക് അവർ ചെല്ലുമ്പോൾ സ്വാഭാവികമായി അവർ ഇവിടുന്ന് തിരിച്ചു തോന്നില്ല. അത്രയും സൗന്ദര്യമുള്ള രാജ്യമാണ് നമ്മുടെ. ക്ലൈമറ്റും വെള്ളവും ഇവിടുത്തെ കാടും മലയും പാടമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും. അപ്പോൾ ശരിക്കും കേരളത്തിൽ വിദേശികൾ ഇഴകിച്ചേർന്ന് നമ്മുടെ ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള സാമ്പത്തികമായ വളർച്ചക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. ഡെവലപ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെയുള്ള ഡോക്ടർമാരും നഴ്സുമാരും സ്വാഭാവികം പുറത്തേക്ക് കൊണ്ട് ആവശ്യം വരുന്നില്ല. ഇപ്പോൾ സൈഡായിട്ട് നമ്മളിപ്പോ ഇതുപോലെ തേങ്ങ നാണയത്തിന് പകരം ചീര നാണയം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ വളരുന്നതിന്റെ കൂടെ ഹോസ്പിറ്റലും അതിന്റെ കൂടെ ഇപ്പൊ നമ്മുടെ IT മേഖല തന്നെ നോക്കാം. ആദ്യഘട്ടത്തിൽ ബാംഗ്ലൂരിലും ഹൈദരാബാദിലൊക്കെയാണ് ശരിക്കും IT മേഖല വളർന്നത്. ഇപ്പൊ നമ്മൾ കേരളം കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ കോഴിക്കോട് IT പാർക്ക് വന്നു. പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വർഷവും ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് ഏരിയ കൂട്ടിയിട്ടാണ് സർക്കാർ ഇപ്പം എന്ത് ചെയ്യുന്നത്. അപ്പോൾ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വ്യവസായ സ്ഥാപനങ്ങൾക്ക് നമുക്ക് ജനസാന്ദ്രത കൂടിയൊരു സ്റ്റേറ്റ് ആയിക്കൊണ്ട് സാധ്യത വളരെ കുറവാണ്. കാരണം നമുക്ക് അത്രയും ലാൻഡിന്റെ അവൈലബിലിറ്റി കുറവാണ്. പിന്നെ നമ്മൾ ഈ പരിസ്ഥിതിനെ നശിപ്പിക്കുക എന്ന രീതിയിലൊക്കെ വരുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടാണ്. അപ്പോൾ ഇവിടെ
ഓപ്പർച്യൂണിറ്റി നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് IT-യിലും അതുപോലെ ടൂറിസം അതുപോലെ തന്നെ ഒരെണ്ണമാണ് നമ്മൾ ഇപ്പം ഇനി അങ്ങോട്ട് വരാൻ പോകുന്നൊരു സാധ്യതകളിൽ ഒരെണ്ണം ബാക്ക് ഓഫീസുകൾ, വലിയ വലിയ കമ്പനികളുടെ ബാക്ക് ഓഫീസുകൾ കേരളത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം 1-2 സുഹൃത്തുക്കൾ എന്നോട് വിദേശത്ത് വർക്ക് ചെയ്യുന്ന അവരെ കമ്പനി ആലോചിക്കുന്നുണ്ട്. നേരത്തെ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു നോക്കിയിരുന്നത്, അവർക്ക് കേരളത്തിൽ കിട്ടിയാൽ കുഴപ്പമില്ല എന്ന രീതിയിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ കോഴിക്കോടിനടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എയർപോർട്ട് കണ്ണൂരും കോഴിക്കോടും മംഗലാപുരം എടുത്ത് നോക്കുമ്പോൾ 3 എയർപോർട്ട് ഇത്രയും സറൗണ്ടിലുള്ള ഏരിയ വേറെ ഇന്ത്യയിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിക്കോണം വന്നില്ല. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇപ്പം ഈ നമുക്ക് കോഴിക്കോടിൽ 2 സൈബർ പാർക്കുകളിലും ഫുള്ളാണ്, ഇനിയൊരു സ്പേസ് ഇല്ല. അപ്പം ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യും. സോ ബാക്ക് ടു ഡിമോറ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഒരു വലിയൊരു ഒരു 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 ഹോട്ടൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, എങ്ങനെയാണ് അതിനെ സ്കെയിൽ ചെയ്ത് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് അത്ര വലിയൊരു ബിസിനസ്? ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഹോട്ടലിൽ പ്രധാനമായും ആളുകൾ ആശ്രയിക്കുന്ന 3 കാര്യങ്ങൾ. 1, നല്ല ഫുഡ് വേണം. നമ്പർ 2, നന്നായി ഉറങ്ങാൻ പറ്റണം. 3, കണക്ടിവിറ്റി, വൈഫൈ ആണെങ്കിലും. 4, നല്ല ബാത്റൂം ഫെസിലിറ്റി വേണം. ഈ 4ആണ് ശരിക്കും ഗസ്റ്റ് ചൂസ് ചെയ്യുന്ന പോയിന്റുകൾ. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയെന്നെങ്കിൽ നമുക്കൊരു ഹോട്ടലിനെ വളരെ പെട്ടെന്ന് ബ്രാൻഡ് ചെയ്യാൻ പറ്റും. അതിനാണ് ഞങ്ങൾ നല്ലൊരു ടീമിനെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പറയുകയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ ബ്രേക്ക് ഈവൻ ആകുള്ളൂ എന്നായിരുന്നു ഞങ്ങളെ മാർക്കറ്റ് സ്റ്റഡി റിപ്പോർട്ടിൽ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് 3 മാസം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റി, അതിനെ നമുക്ക് പ്രോഫിറ്റബിളിൽ കൊണ്ടുവരാൻ, ട്രേഡിങ്ങിൽ പ്രോഫിറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ്. നല്ല ഫുഡും നല്ല ബെഡും ഈ സൗകര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യണം. മാത്രമല്ല ഇത് ശരിക്കും ഇതിനെ മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് ഓഫീസിൽ നിന്ന് നന്നായിട്ടുള്ളൊരു ടീം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അതേമാതിരി തന്നെ ഗസ്റ്റിൻ്റെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന നല്ല സർവീസ് ടീം ഉണ്ടായിരിക്കണം. ആ ടീമിനെ നമ്മൾ നിരന്തരമായി ട്രെയിനിങ് കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഒരു സീനിയർ ടീം ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഇനി എത്ര പ്രോപ്പർട്ടീസ് ഏറ്റെടുക്കുകയാണെങ്കിലും നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് അവർ ഉയരാം. ടീമിന്റെ ഒരു എഫേർട്ടിന്റെ ഒരു കണ്ടിന്യൂസ് എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് സക്സസ് എന്നാണ്. അങ്ങനെ ടീമിനെ ഹയർ ചെയ്യുന്നതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് എന്തെങ്കിലും ഒരു സീക്രട്ട് സോഴ്സ് ഉണ്ടോ? അല്ല, നമ്മള് മാർക്കറ്റിൽ നമുക്ക് ഏറ്റവും പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഇപ്പം അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇപ്പോഴത്തെ ഈ ഹ്യൂമൻ റിസോഴ്സ് എടുത്ത് നോക്കുമ്പോൾ ആളുകളെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് കോവിഡ് വന്നതിൻ്റെ ശേഷം പല ആളുകളും പല സെക്ടറിലേക്കും മാറി. ഈ സെക്ടറിൽ നിന്നും കാരണം അത്ര സെക്യൂർ അല്ല എന്നൊരു തോന്നൽ ഉണ്ടായതിൻ്റെ ശേഷം അപ്പോൾ ഇപ്പം അറിയുന്ന പല ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾക്കും ആളെ കിട്ടാത്തൊരവസ്ഥ വരെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ആളുകളെ എഫിഷ്യൻ്റായ ആളുകളെ നമുക്ക് നിർബന്ധമായിട്ട് കിട്ടും വേണം. പലപ്പോഴും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫുകളെയാണ് അവരെ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കാറില്ല. അവരെ കൂടെ വർക്ക് ചെയ്യുന്ന അവരൊരു നെറ്റ്വർക്ക് ഉണ്ടാവും. ആ നെറ്റ്വർക്കിൽ തന്നെ നമുക്ക് നല്ല ആളുകളെ ചൂസ് ചെയ്തിട്ടെടുത്ത് നമ്മൾ പിന്നെ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ ടീമിൻ്റെ കൂടെ കൂടുമ്പം അവരും ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരിക ചെയ്യുന്നത്. ഇപ്പം ഡിമോറ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇറ്റാലിയൻ ബിഗ് ഹൗസ് എന്നുള്ളതാണ് അതെ ഒരു പേരിലാണ് വരുന്നത്. അപ്പോൾ ഒരാള് സ്വന്തം വീട് വിട്ട് വേറൊരു വലിയൊരു വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അവരെ വീട്ടിൽ എന്തൊക്കെ അവർ സ്വീകരിക്കുന്നത് പോലെ തന്നെ സ്വീകരിച്ചിട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല നേരത്തെ പറഞ്ഞ നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവർ വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോയോ എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് കോഴിക്കോട് ഡിമോറയുടെ കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവിടെ വരുന്ന പല സെലിബ്രിറ്റീസും പ്രിഫർ ചെയ്യുന്നത് ഡിമോറയാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് അപ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്ന്, നമ്മളെ സെക്യൂരിറ്റി സിസ്റ്റം വളരെ പെർഫെക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ പിന്നെ സെലിബ്രിറ്റീസൊക്കെ വരുമ്പോൾ അവർ ചൂസ് ചെയ്യുന്ന എല്ലാ ഫുഡും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നമ്മളെ ഷെഫുമാരൊക്കെ എല്ലാ എക്സിക്യൂട്ടീവ് ഷെഫുമാരും കുറേ കാലം വിദേശത്ത് വർക്ക് ചെയ്ത ആൾക്കാരാണ്. പിന്നെ ഫെസിലിറ്റി നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ അവർക്ക് സെക്യൂരിറ്റി പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരായതിനെ കൊണ്ട് അവർക്ക് മാത്രം സെപ്പറേറ്റ് ലിഫ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള VIP കളും
സെലിബ്രിറ്റീസൊക്കെ വരുമ്പോൾ അവർക്ക് മാത്രം സെപ്പറേറ്റ് യൂസ് ചെയ്യാനുള്ള ലിഫ്റ്റ് ഉണ്ട്. ഇത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ബാറില്ല എന്നുള്ളത് ഇതിൻ്റെയൊക്കെ ഒരു പ്ലസ് പോയിൻ്റാണ്. ഈ ബാറില്ലാത്ത ഹോട്ടൽ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും, കുറച്ചുകൂടി പിന്നെ വളരെ നല്ല എന്താ പറയുക ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും. ശരിക്കും ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു, നമ്മുടെ പ്രിൻസിപ്പിൾ പെട്ടതാണ്. ഇന്ന് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഫേസ് ചെയ്തൊരു പ്രശ്നമായിരുന്നു അത്. എക്സ്പെഷ്യലി പല മീറ്റിങ്സും ഞങ്ങൾക്ക് നഷ്ടപ്പെടാറുണ്ട്. പല പ്രധാനപ്പെട്ട മീറ്റിങ്സിന് ലാസ്റ്റ് ഡേ അവർക്ക് ഈ ബാർ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലാറുമ്പോൾ പല മീറ്റിങ്സും ഞങ്ങൾക്ക് നഷ്ടപ്പെടാറുണ്ട്. ഒരു 20% ബിസിനസ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ. പക്ഷേ ബാറില്ല എന്നുള്ളത് കൊണ്ട് നമുക്കൊരു 15% ബിസിനസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ സമാന ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയിൽ നിന്ന് മാത്രമേ, ഇപ്പം എത്ര വെർട്ടിക്കൽസ് ഉണ്ട്? ശരിക്കും ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് വെർട്ടിക്കൽസിന് നമ്മൾ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഏതാണ്ട് തുടക്കം കിട്ടിയിരുന്നു. പക്ഷേ കോവിഡ് വന്നപ്പോൾ നമ്മൾ കുറേ പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളെടുത്തൊരു തീരുമാനം, ഡെവലപ്പ് ചെയ്തിട്ട് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥാപനങ്ങൾ ആൾറെഡി വൈൻഡ് അപ്പ് ചെയ്തു. IT കമ്പനി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു സമാന സ്പീഷസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈഫ് ഫാം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ തുടങ്ങിയിരുന്നു. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കുറേ ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോലും. പക്ഷേ കോവിഡ് വന്നപ്പോൾ ഉള്ള പ്രതിസന്ധിനെ അതിജയിക്കാൻ പ്രയാസപ്പെടേണ്ടി വന്നു. ആ സമയത്ത് നമ്മൾ കുറേ സ്ഥാപനങ്ങൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒന്ന് ഹോസ്പിറ്റാലിറ്റിന്. ഏറ്റവും പരമപ്രധാനമായ ഞങ്ങൾ ഡിമോറ എന്ന ബ്രാൻഡിലാണ് ഞങ്ങൾ പ്രധാനമായി അതിനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടാമത്തേത് അപ്പോളോ ബിൽഡേഴ്സ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനി നമുക്കുണ്ട്, ഡെവലപ്പറാണ്. കോഴിക്കോട് ഇപ്പോൾ അപ്പോളോ സൈപ്രസ് എന്നുണ്ട്, പ്രീമിയം അപ്പാർട്ട്മെൻറ്റ് പണി തീരാറായി നിൽക്കുന്നുണ്ട്. ആ വെർട്ടിക്കൽ ഞങ്ങൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പിന്നെ ഒരു കോൺട്രാക്ടിങ് കമ്പനിയുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ചേരിയിൽ ഞങ്ങളൊരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങുന്നതിന് വേണ്ടി ഒരു 4 ഏക്കർ നേരത്തെ അക്വയർ ചെയ്ത് അതിൻ്റെ പ്ലാൻ അപ്രൂവൽ സ്റ്റേജിലാണ്. നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഈ പ്ലാനും അപ്രൂവൽസ് കിട്ടാൻ ഒരുപാട് സമയം എടുക്കുമല്ലോ. അത് ഇപ്പോഴും നമ്മൾ പ്ലാൻ അപ്രൂവൽ ആയിട്ടില്ല. പ്ലാൻ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ മഞ്ചേരിയിലുള്ള ആ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും ഞങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഈ 4 മേഖലയിൽ മാത്രമാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന 4 വെർട്ടിക്കൽ. എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും ഒരു ഡിഫറെന്റ് വെർട്ടിക്കൽസ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയല്ലേ? അതെങ്ങനെയാണ് അതൊക്കെ? ഈ ഹോസ്പിറ്റാലിറ്റിയും ഹെൽത്ത് കെയറും ഏതാണ്ട് ഒരു സെയിം ഇതാണ്. റിയൽ എസ്റ്റേറ്റ് ഞങ്ങൾ തുടക്കം മുതലേ സ്റ്റാർട്ട് ചെയ്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞങ്ങൾ ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളും വില്ലാസും ഞങ്ങൾ പണി തീർത്ത ആളുകൾക്ക് ഹാൻഡ് ഓവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ എന്താ പറയുക, ജന്മനാ ഞങ്ങൾ രക്തത്തിൽ അലിഞ്ഞേറുന്ന ഒരു മേഖലയാണ്. അതും കൂടി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ പ്രോജക്റ്റുകളെല്ലാം നമ്മൾ നിലവിൽ കൺസ്ട്രക്ഷൻ ഒരു ടീമാണെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് വേറെ ടീമായി. അതങ്ങനെ ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഡിമോറകളും ഞാൻ മാനേജ് ചെയ്യുന്ന ഡിമോറ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ആ കമ്പനിയാണിത് മാനേജ് ചെയ്യുന്നത്. ആ കമ്പനീൻ്റെ ഉള്ളിൽ നല്ല ശക്തമായൊരു ടീമുണ്ട്. അത് ഫുള്ളായിട്ട് ഓപ്പറേഷൻ ഹെഡ് ചെയ്യുന്ന ഒരാളുണ്ട്. അതിൻ്റെ ഡയറക്ടർ ഓഫ് സെയിലുണ്ട്. അതിന് മാർക്കറ്റിങ്ങിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ആളുകൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പം അതിന് ആ കമ്പനി ഡിമോറ ഹോട്ടൽസ് എല്ലാ ഡിമോറ ഹോട്ടലും നമ്മളെടുക്കുന്ന റിസോർട്ടുകളാണെങ്കിലും എല്ലാം അവിടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബാക്കി ഓരോരോ ഡിവിഷൻസും. ഇപ്പോൾ ഹോട്ടൽസിലാണെങ്കിൽ ഹോട്ടൽസിൻ്റെ ലാൻഡ് അക്വസിഷൻ മുതൽ ഒരു ഹോട്ടൽ ഡെവലപ്പ് ചെയ്ത് അത് വിജയിപ്പിക്കുന്നതിന് വരെയുള്ള എല്ലാവിധ ടീമും ഞങ്ങളെടുത്തുണ്ട്. ഇൻക്ലൂഡിങ് ഇപ്പോൾ ഒരു ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്താനുള്ള ഒരു ലാൻഡ്, ഒരു സ്ഥലത്ത് എവിടെയാണ് ഹോട്ടൽ വിജയിക്കുക അത് നടത്താനുള്ള ടീം ഞങ്ങളെ കൂടെ ഉണ്ട്. അവിടെ അതിൻ്റെ പ്ലാനും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ഞങ്ങളെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഹോട്ടൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ സർവീസ് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ആ സർവീസിനുമായി ബന്ധപ്പെട്ട കൺസെഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്
ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ടത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് കൊടുക്കേണ്ട ഏരിയ അതിനെക്കൊണ്ട് അവിടുത്തെ കിച്ചണായാലും പിന്നെ കോറിഡോർസ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും ശരിയായ അതിൻ്റെ സ്പെക്ക് അനുസരിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഹോട്ടൽ ശരിയായ രൂപത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ടീം ഞങ്ങളുടെ അടുത്തുണ്ട്. പ്ലസ് അവിടെ നമ്മൾ ഹോട്ടൽ പ്രീ ഓപ്പണിങ് പിന്നെ സ്റ്റേജിൽ തന്നെ നമ്മളവിടെ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് ആ ഹോട്ടൽ നടത്തി വിജയിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു എക്സ്പീരിയൻസ് അത് ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ നേടിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ 6-7 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ഇനി എവിടെയും ഒരു നല്ല ഹോട്ടൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ആളും ഞങ്ങളെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഇത്രയും വലിയൊരു ഹോട്ടൽ നടത്തുന്ന സമയത്ത് നമുക്ക് പല മേഖലകളിലും കൺസൾട്ടിങ് ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും വലിയ ഫേംസ് ആയിട്ട് കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് സ്വന്തമായിട്ട് ലാൻഡ് വാങ്ങിച്ച് ആ പ്ലാൻ പാസ്സാക്കി അവിടെ സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനിയെ കൊണ്ട് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസാണ്. അത് എല്ലാ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി കൺസ്ട്രക്ഷൻ കമ്പനി ഉള്ളതുകൊണ്ടാണ്. അപ്പം ഓപ്പറേഷനിൽ ഞങ്ങൾ കൺസൾട്ടൻസിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ആളുകളൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, 1-2 കൺസൾട്ടൻസിനെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇൻഹൗസിൽ തന്നെ ഒരു ടീമിനെ സെറ്റ് ചെയ്തിട്ട്, കാരണം നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ആയി. അപ്പോൾ നമ്മൾ ഒരു കൺസൾട്ടൻസിനെ വെക്കുമ്പം അവരെ സർവീസസ് എന്ന് പറഞ്ഞ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻഹൗസിൽ തന്നെ നല്ല സാലറി കൊടുത്തുകൊണ്ട് നിർത്തിയിട്ട് നല്ല ടീമിന് പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് തലത്തിലുള്ള അതിൻ്റെ റവന്യൂ ആയാലും സർവീസ് ആയാലും പിന്നെ മാർക്കറ്റിംഗ് ആയാലും ഇത് കംപ്ലീറ്റും ഒരു ഡൽഹിയിലുള്ള സ്പെക്ട്ര എന്ന് പറഞ്ഞ ഒരു ടീമിനായിരുന്നു ആദ്യഘട്ടത്തിൽ ഞങ്ങൾ കൺസൾട്ടിന് വേണ്ടി വിനിയോഗിച്ചിരുന്നത്. അവർ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ നല്ല ഇന്ത്യയിലും പുറത്തൊക്കെ ധാരാളം ഹോട്ടൽസ് മാനേജ് ചെയ്യുന്ന ടീമാണ്. അവരെ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. കോഴിക്കോട് ഡിമോറിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അവരെ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്വന്തം ടീം തന്നെ ഈ കാര്യങ്ങൾ എല്ലാത്തിനുമുള്ള ആളുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഹോസ്പിറ്റാലിറ്റി, പിന്നെ ഹെൽത്ത് കെയറിലുണ്ട്, പിന്നെ വേറെയും പല വെർട്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വെർട്ടിക്കലാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചലഞ്ചസ് ആയിട്ട് സോഫാർ നിങ്ങൾ ഇറങ്ങിയിട്ട് തോന്നിയിട്ടുള്ളത്? ചലഞ്ചസ് എല്ലാം നമുക്കും ഒരേ ചലഞ്ചസ് ആണ്. എല്ലാത്തിനും ചലഞ്ചസ് ഉണ്ടാവും. കാരണം നമ്മളെ മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവരെ കോമ്പറ്റ് ചെയ്യാന്ന് പറഞ്ഞത് എല്ലായിടത്തും ചലഞ്ചസ് ആണ്. അപ്പോൾ തുടക്കത്തിൽ MD പറഞ്ഞതുപോലെ നമുക്ക് ഈ കോമ്പറ്റീറ്റേഴ്സ് കുറഞ്ഞ ഫീൽഡിൽ നമ്മൾ ഹോസ്പിറ്റാലിറ്റിയിലേക്ക് കയറാനുണ്ടായി കാരണം. പക്ഷേ വലിയ ഹോട്ടൽസ് നടത്തുന്ന ആളുകൾ ഇല്ലാന്നേ ഉള്ളൂ. ഇപ്പം എല്ലാവരും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വയനാട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വീട് വാടക കിട്ടില്ല. ഇപ്പോൾ ഈവൻ കക്കാടംപൊയിൽ പോയാലും, കാരണം ആ ഒരു ചെറിയ വീടിനേക്ക് അവരത് ഹോം സ്റ്റേ ആക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഒരിക്കലും ഒരു വീട് വാടകയ്ക്ക് എടുക്കാവുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം അവർ അതിലേറെ റവന്യൂ അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഈ ഫീൽഡിലേക്ക്, ഒരു ഫീൽഡ് സക്സസ് ആയി വരുന്ന എല്ലാവരും ഫീൽഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഹോസ്പിറ്റാലിറ്റിയിൽ തന്നെ ചലഞ്ചസ് നമുക്ക് കൂടുതൽ വരുന്നത്. ഒന്നെന്താ വെച്ചാൽ നമ്മളെ ഹ്യൂമൻ റിസോഴ്സ് ആണ് ഒരു ഏറ്റവും കൂടുതൽ അട്രിഷൻ വരുന്ന ഒരു ഫീൽഡാണ് അത്. അപ്പോൾ നമുക്കതിനെ ഒരാൾ പോകുമ്പോഴേക്ക് ബാക്കെൻഡിൽ നമുക്ക് വേറെ ആളെ കൊണ്ടുവരണം, അവരെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ അതുമായിട്ട് കണക്ട് ആയിട്ട് വേറെ കാര്യമായിക്കട്ടെ. ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിക്ക് വലിയൊരു സാധ്യത കേരളത്തിലുണ്ട് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് ഉണ്ടല്ലോ, ആ കോഴ്സിന് ശരിക്കും ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ്. അപ്പൊ അത് ഒരു സമയത്ത് അതിന് വലിയൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത്ര കേൾക്കാനില്ല. ഇനി ഫ്യൂച്ചറിലേക്ക് അതിനൊരു ഹോപ്പ് ഉണ്ടോ? നല്ലൊരു കോഴ്സാണോ? നമ്മൾ ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ടാവുമല്ലോ. ആ ഒരു കോഴ്സിലേക്ക് പോകുന്നത് ഫ്യൂച്ചറിൽ ഒരു ജോബ് സെക്യൂരിറ്റിനെ അതെങ്ങനെയായിരിക്കും ബാധിക്കുക? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് ഈ ഇൻഡസ്ട്രിയിൽ പിന്നെ കുറേ ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ ചോദിച്ചാൽ പിന്നെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞ് ഒരാളും വെറുതെ നിൽക്കുന്നില്ല, എല്ലാവർക്കും ജോലിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ 2 വർഷം ഞങ്ങളിവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ഏരിയയിലേക്ക് അവർക്ക് ജോലി കിട്ടുന്നുണ്ട്, വിദേശങ്ങളിലും മറ്റൊക്കെ. കൂടുതൽ കാലം അവർ കേരളത്തിൽ വർക്ക് ചെയ്യില്ല, അവർക്ക് നല്ല സാലറി പുറത്ത് കിട്ടുന്നതുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പിന്നെ ഒരു തൊഴിൽ മേഖലയാണ് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് തുടങ്ങണമെന്ന്
ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിമോറ ഗ്രൂപ്പിൻ്റെ കീഴിൽ. കോവിഡ് സമയത്ത് പലപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നത് ഇനി എല്ലാ യാത്രകളും അവസാനിക്കും, മീറ്റിങ്ങുകളെല്ലാം വിർച്വലായിട്ട് വരുന്നത് എല്ലാം ആ പ്ലാറ്റ്ഫോമിലേക്ക് മാറുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആണ് നമ്മൾ, കാരണം അത് ആളുകൾ നേരെ ഓപ്പോസിറ്റ് ആണ് വന്നത്. യാത്രകൾ കൂടി, മീറ്റിങ്ങുകൾ കൂടി. നമ്മളെപ്പോഴും ഒരു മീറ്റിംഗ് കൂടിയിട്ട് നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഷൈക്കാൻ്റെ അടുത്ത് പിരിയുന്ന ഒരു സുഖം എന്തായാലും നമുക്ക് ഓൺലൈനിൽ കിട്ടില്ല. ഓൺലൈനിൽ കാര്യങ്ങൾ സംസാരിക്കാമെന്നല്ലാതെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കില്ല. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ യാത്രകൾ ആളുകൾ ജീവിച്ചിടത്തോളം കാലം യാത്രകൾ ഉണ്ടായിരിക്കും. ആ യാത്രകളിടത്തോളം കാലം നമ്മൾ ഹോട്ടൽസിന് നമുക്ക് സാധ്യതകൾ കൂടാണ്. എനിക്ക് തോന്നുന്നത് കോവിഡിനെ കുറച്ച് മുന്നേ ആയിട്ട് ഞങ്ങള് തായ്ലാൻഡ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഞങ്ങളൊരു ഹോട്ടൽ മാനേജ്മെന്റിന്റെ കോഴ്സ് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു കോളേജായിട്ടും ടൈപ്പ് ആകാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ സംസാരിച്ചപ്പോൾ അവര് ഒരു ഹോട്ടല് ഇതിനു വേണ്ടി മാത്രം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ കിച്ചൺ, ഒരു ഹോട്ടലിൽ എങ്ങനെ കിച്ചൺ ഉണ്ടായിരിക്കുമോ ആ കിച്ചണ് ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അവിടെ ആളുകൾ അവിടെ ഗസ്റ്റ് ആയിട്ട് വരികയാണ്. അപ്പൊ ആ ഗസ്റ്റുകൾക്ക് അവർ സെർവ് ചെയ്ത് പഠിപ്പിക്കാം, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇവിടെ നിലവിലില്ല. പല ആളുകളും ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തെ കോഴ്സ്, ഡിപ്ലോമയും 3 മാസത്തെ കോഴ്സ് തിയറി കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിന് വിട്ടിട്ട് ബാക്കിയുള്ള ഹോട്ടലുകളിൽ ട്രെയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവിടെ തന്നെ അവർ ട്രെയിൻ ചെയ്ത് പക്ക പെർഫെക്റ്റ് ആക്കിയിട്ടാണ് പുറത്തോട്ട് കൊട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഇൻഡസ്ട്രിയിൽ പിന്നെ ഇവിടെ നിന്ന് പഠിക്കുന്നതിനും പുറത്ത് പോയിട്ട് പഠിക്കുന്ന ആളുകളും ഇതിലുണ്ട്. സാധ്യതകൾ ഒത്തിരി ഉണ്ട്. മാത്രമല്ല നല്ല സാലറി കിട്ടുന്ന ഒരു മേഖല കൂടിയാണത്. നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മക്കൾക്കൊക്കെ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡിമോറ ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂവിന് മുന്നേ ചെറുതായിട്ടൊന്ന് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ച് രീതിയിലുള്ള ചില ബാഡ് കമന്റ്സ് ഒക്കെ കണ്ടു. ഓക്കെ, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സമാൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വളരെ ചെറിയ ഇൻവെസ്റ്റർമാർ ആയിരുന്നു അവരെ സ്റ്റാർട്ടിങ് തൊട്ടേ സമാന വളർത്തിക്കൊണ്ടുവന്നത്. 2000 തൊട്ട് 2019 വരെ അവരെല്ലാവരും ഹാപ്പി ആയിരുന്നു. കാരണം എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്നതനുസരിച്ചുള്ള പ്രോഫിറ്റും മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളെല്ലാം ലഭിച്ചു. കോവിഡ് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് 2 വർഷം സ്ട്രക്കായി. ഇത് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾക്ക് ഈ 2 പ്രോപ്പർട്ടിയിൽ മാത്രം 30 കോടി രൂപേൻ്റെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ എത്തിയ ഒരു പ്രോഫിറ്റാണ് ആ സമയത്ത് നമുക്ക് ലോസായി പോകുന്നത്. കോവിഡിൻ്റെ പ്രഥമഘട്ടത്തിൽ നമുക്ക് കോവിഡ് 2 മാസം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ 3 മാസം കൊണ്ട് അവസാനിക്കും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ കോവിഡ് കഴിഞ്ഞിട്ടും കോവിഡിൻ്റെ ആഘാതം ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ 2 വർഷം സ്വാഭാവികമായും സ്ട്രക്കായിപ്പോയി. 1 രൂപ പോലും പ്രോഫിറ്റ് ഇല്ലാതെ ലോസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സാധാരണക്കാരായ ആൾക്കാർ, ഞങ്ങളെ ഇൻവെസ്റ്റർമാർ പല ആൾക്കാരും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവർ നിത്യജീവിതത്തിന് ആശ്രയിക്കുന്നത് ഞങ്ങളെയായിരുന്നു. അവർക്ക് ആ സമയത്ത് അവർക്ക് ആവശ്യമായ സൗകര്യം കിട്ടാതെ വന്നപ്പോൾ സ്വാഭാവികമായും അവർ അൺഹാപ്പി ആയിട്ടുണ്ട്. ഞങ്ങളെ ഇൻവെസ്റ്റർമാരുടെ കൂട്ടത്തിൽ ഇപ്പം തന്നെ നിലവിൽ ധാരാളം വലിയ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളൊരു ഘട്ടത്തിൽ ഈ നല്ല കുറച്ചും കൂടി കേപ്പബിളായ നല്ല വലിയ ഇൻവെസ്റ്റർമാർ വരാമെങ്കിൽ വരുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ ഉള്ള ഈ ചെറിയ ഇൻവെസ്റ്റർമാർക്കൊക്കെ അവർക്ക് പിന്നെ കമ്പനിയിൽ നിന്ന് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ പിൻവലിക്കാനും മറ്റൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അതോടുകൂടിയിട്ട് ഇന്ന് നമ്മൾ യഥാർത്ഥം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. ഇത്രയും കൂടുതൽ ആൾക്കാരുള്ള ഒരു കമ്പനിയിൽ വളരെ അൺഹാപ്പി ആയ ആൾക്കാർ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് ഉണ്ടാവുള്ളൂ. മാക്സിമം പോയ ഒരു 10% ആൾക്കാർ മാത്രമേ ഇത്രയും പ്രയാസപ്പെട്ടുണ്ടായിട്ടുള്ളൂ ഞാൻ മനസ്സിലാക്കി. ബാക്കിയുള്ള ആളുകളെല്ലാവരും കമ്പനിയുമായി സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ അടുത്ത ഒരു 1-2 വർഷത്തിനകം നമുക്ക് പൂർണ്ണമായും പരിഹരിക്കാൻ പറ്റും. സപ്പോസ് അവർക്കൊക്കെ നമ്മളെ ടൂറിസം മിനിസ്റ്ററായിട്ട് സംസാരിക്കാനുള്ള, എക്സ്ക്ലൂസീവായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഹോസ്പിറ്റാലിറ്റി എന്നുള്ളൊരു സെക്ടറിനെ പറ്റി ഒരു 5 നിർദ്ദേശങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഫർദർ ഗ്രോത്തിനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നിർദ്ദേശിക്കാൻ പറ്റിയ ഒരു 3 കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ടൂറിസം മിനിസ്റ്ററോട് നമുക്ക് പറയേണ്ടത് ടൂറിസ്റ്റിന്റെ ഡെവലപ്മെന്റ് വേണം. ആ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി ഒബ്വിയസ്ലി നമ്മളെ ഹോസ്പിറ്റാലിറ്റി സെക്ടർ വളരും എന്നുള്ള കാര്യമാണ്. അപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടൂറിസം മിനിസ്റ്റർ ഭാഗത്തുനിന്ന്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിന്റെ വില്ലേജ് ടൂറിസം പല രാജ്യങ്ങളും, ഇപ്പോൾ ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം അവർ വില്ലേജ് ടൂറിസം, നമ്മളെ നാട്ടിലെ ചക്ക
ജാക്ക് ഫ്രൂട്ട് അത് അവർ അവിടെ പോയിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പല ഫോറിനേഴ്സിനും കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ട്രിപ്പ് പോയ ആളുകൾക്ക് ചക്ക പോയിട്ട് വലിയ കാര്യത്തിൽ കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വില്ലേജ് ടൂറിസത്തിൽ, നമ്മുടെ നാട്ടിലെ കുളങ്ങൾ, പുഴകൾ, അതുപോലെ തന്നെ നമ്മുടെ നെൽകൃഷികൾ, അതുപോലെ എല്ലാ കാര്യങ്ങളും അവർ കൊണ്ടുവന്ന് കാണിക്കുകയും നമ്മളെ പുഴകൾ കുളിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഓടിട്ട വീട്ടിൽ രാത്രിയിൽ കിടന്നുറങ്ങാനുള്ള സൗകര്യം, എണീറ്റ ഉടനെ തന്നെ പ്രാതൽ നമ്മളെ ഫുഡ്, നമ്മളെ നാടൻ ഫുഡുകൾ അവർ പരിചയപ്പെടുത്തി കൊടുക്കുക. അതെല്ലാം ഒരു വലിയൊരു മേഖലയാണത്. പലപ്പോഴും ടൂറിസം, ഈ പറയുന്ന ടൂറിസ്റ്റുകാരെല്ലാം വരുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ വന്നിട്ട് മൂന്നാർ, ഇടുക്കി, പഴയ കോവളം കാര്യങ്ങളെല്ലാം അങ്ങനെ പണ്ടെന്താണോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് അത് മാത്രം കണ്ടു പോകുന്നൊരു സംഭവമാണ്. പുതിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് അവരാരും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു എക്സ്പ്ലോർ കേരള, ഒരു കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ കേരളത്തിനെ അറിയുക എന്ന രീതിയിലേക്ക് ഒരു ഫോറിനേഴ്സിനെ കൊണ്ടുവന്നിട്ട് കേരളത്തിൻ്റെ ഓരോരോ കാര്യങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്താൽ അവർ വളരെ ഹാപ്പി ആയിരിക്കും. അത് കാണിച്ചു കൊടുക്കാതെ നമ്മളെ കുഴപ്പമാണ്. അപ്പം അതിന് വേണ്ട ഒരു സാഹചര്യങ്ങൾ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാരെ, നല്ല ലൈസൻസ് ഉള്ള ഗൈഡുമാരും എല്ലാം വെച്ചിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മേഖലയും വില്ലേജിലേക്കെല്ലാം ഇതിൻ്റെ ഗുണങ്ങളെത്തും. ഒരു ഫോറിനർ വില്ലേജിൽ പോയി താമസിക്കുമ്പം ആ വില്ലേജ് വികസിക്കുന്നുണ്ട്. അങ്ങനെ വില്ലേജ് ടൂറിസം മിനിസ്റ്റർ ഭാഗത്ത് പറഞ്ഞതാണ് ഒരു തവണ ഓരോരോ പഞ്ചായത്തിലും ഓരോ ടൂറിസ്റ്റ് മേഖല ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പക്ഷെ പ്രഖ്യാപനത്തിൻ്റെ മേലോട്ട് അങ്ങോട്ടൊന്നും നടന്നില്ല. അത് എക്സിക്യൂഷനും കൂടി നടക്കണം. നമ്മൾ ആശയങ്ങളും വേണം, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ കേരളം തീർച്ചയായിട്ടും വികസിക്കും. നമുക്ക് സിംഗപ്പൂരും മലേഷ്യയും ഒക്കെ പറയുന്നതിൽ ഉപരി നമ്മളെ കേരളത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കാര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആസൂത്രണ ബോർഡും ഒക്കെ അതിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ വയനാട് ഇപ്പോൾ കക്കാടംപൊയിൽ വികസിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ കക്കാടംപൊയിലൊക്കെ ഇപ്പോൾ തന്നെ ഒരു യൂണിഫോമിറ്റി, ഇന്ന രീതിയിൽ റിസോർട്ടുകളെ പാടുള്ളൂ എന്നുള്ളത്, ചെറുകിട റിസോർട്ടുകളും അനധികൃതമായിട്ട് ഉണ്ടാക്കുന്ന കുറേ ഇല്ലീഗലായിട്ട് വരുന്ന കുറേ റിസോർട്ടുകളെല്ലാം ഉണ്ട്. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു ഇത്തരം ക്ലാസിഫിക്കേഷൻ, ഇത്തരം ഫെസിലിറ്റീസ് നിർബന്ധമായിട്ട് വേണമെന്നത് നിബന്ധന കൊണ്ടുവരുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. അതെല്ലാം ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഭാഗത്ത് ഒരു യൂണിഫോമിറ്റി ലെവലിലുള്ള വീടുകൾ ഇത്തരം ഫ്ലോറിൽ G+1 അല്ലെങ്കിൽ G+2 പാടുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഫ്ലോറിൻ്റെ എണ്ണം കൂടാൻ പാടില്ല, ഇന്ന അങ്ങനെ ഒരു നമ്മൾ നേരത്തെ പോലെ സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള ആ ഒരു രീതിയിലേക്കുള്ള കൺസെപ്റ്റൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ നമ്മളെ കേരളം നിലവിലെ സുന്ദരമാണ്, അതിലേറെ സുന്ദരമായി മാറും. ഇപ്പൊ വില്ലേജ് ടൂറിസം എന്ന് പറയുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് പറയേണ്ടത്. ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് അല്ലെങ്കിൽ ടൂറിസം രംഗത്ത് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റോട് കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ വേറെ എന്തെങ്കിലും ആശയങ്ങളുണ്ടോ? IT പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം നമുക്ക് ഒരേ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരു ടൂറിസ്റ്റ് ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഫോറിനർ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് പോകേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം മാപ്പ് ചെയ്ത് കൊടുക്കാനും അവരിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഹോം സ്റ്റേകൾ, നേരത്തെ പറഞ്ഞ ഹോം സ്റ്റേകൾക്ക് ഇപ്പം ഒരു വീടുണ്ടെങ്കിൽ നമുക്ക് ആ വീടിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊടുക്കുന്ന ആളുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു അവർ ഹൗസ് കീപ്പിങ്ങും നല്ല ഫുഡും എല്ലാം കൊടുത്താൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. നല്ല എഡ്യൂക്കേഷനുള്ള ആളുകൾക്ക്, എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് അത്. അല്ല, ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി നമ്മളെ മുമ്പിൽ ഉണ്ടായിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ വിദേശത്തേക്ക് ചേക്കേറുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും. അല്ല, അതെന്താ ഗൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ എത്തിക്കേണ്ട ആളുകൾ അതിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു കക്കാടംപൊയിൽ ഒരു പുതിയ റിസോർട്ട് ലോഞ്ച് ചെയ്യാൻ, ഒരു ഡിമോറയുടെ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ഇതിനു മുന്നേ ഈ ഗ്രൂപ്പിന് ഇപ്പൊ GCC കൺട്രീസിലൊക്കെ പ്രൊജക്ട്സ് ഉണ്ട്. അപ്പം ഏറ്റവും ഈസി ആയിട്ട് ഒരു പ്രൊജക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എളുപ്പമുള്ളത് എവിടെയാണ്? GCC അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലാണോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണോ? ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ ഓരോ രാജ്യത്തിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ രംഗത്തുള്ള ആളുകൾ ഇപ്പോഴും വലിയൊരു മാറ്റം ഉണ്ടായിട്ടില്ല. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇപ്പോൾ എസ്പെഷ്യലി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ പിന്നെ ഈ കോർപ്പറേഷൻ, പഞ്ചായത്ത്, ഇങ്ങനെയൊക്കെയുള്ള ഏരിയകളിലൊക്കെ ഇപ്പോഴും ശരിയായ പുരോഗതിപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചൈനയിൽ ഒരു പ്ലാൻ അപ്രൂവലിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ 11 ദിവസം കൊണ്ട് ആ പ്ലാൻ അപ്രൂവലായി കൊടുക്കണം എന്നാണ്.
11 ദിവസം കൊണ്ട് അപ്രൂവൽ ആയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ്റെ പണി പോകും. നമ്മളവിടെ 11 മാസം കൊണ്ട് പോലും എന്താവില്ല, ഒരു പ്ലാൻ അപ്രൂവൽ ആവില്ല. ഞാൻ ഏറ്റവും സങ്കടമുള്ള കാര്യം, ഇപ്പോൾ കോഴിക്കോട് ഡിമോർ തന്നെ പണി കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒക്കുപേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇത് മറ്റു രാജ്യത്താണ് എങ്കിൽ 3 ദിവസം കൊണ്ട് കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പഴയ ഫയൽ സിസ്റ്റമാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷേ അതേ സമയത്ത് വേറെ പല കാര്യങ്ങളിലും ബിസിനസ് ചെയ്യാൻ ഏറ്റവും സൗകര്യങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ഇവിടുത്തെ റോ മെറ്റീരിയൽ, ഇവിടുത്തെ പ്രകൃതി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റിസോഴ്സ്, ഇതൊക്കെ എല്ലാം ബിസിനസ് ചെയ്യാൻ വളരെ സൗകര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഞങ്ങളെ ഒരു പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ നിലവിൽ ഡിമോറക്ക് 400 റൂംസാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുന്നതിന് മുമ്പായിട്ട് അത് 1000 റൂംസാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാന്. അത് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലും അത് കഴിഞ്ഞിട്ട് ഗൾഫ് രാജ്യങ്ങളിലും എത്തുക എന്നുള്ളതാണ്. അടുത്ത ഒരു 5 വർഷം കൊണ്ട് ഒരു 4000 റൂംസുള്ള ബ്രാൻഡാക്കി ഡിമോറിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്ലാനാണ്. നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിമോറ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്നുള്ള പേരിലാണ് ഞങ്ങൾ ഇനി ഡിമോറേനെ ബ്രാൻഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ കക്കാടംപോയിൽ അതെല്ലാം ഞങ്ങൾ വേറെ ഓണേഴ്സാണ്, അത് ഞങ്ങൾ മാനേജ്മെൻറ്റ് മാത്രമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഇത്രയും കാലത്തിലെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്യാൻ പല ആളുകളും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരിക്കും. അവരുടെ മെയിൻ ബിസിനസ് ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ റിസോർട്ടോ ഹോസ്പിറ്റാലിറ്റിയോ ആയിരിക്കില്ല, അവരെന്നെ അറിയായിരിക്കും. അപ്പോൾ തുടക്കത്തിൽ അവർ നല്ല മാനേജേഴ്സിനൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, അത് ചെയ്യാൻ കഴിയും. 1 വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ മാനേജേഴ്സ് എല്ലാം ഒന്ന് മാറിയിട്ട് മറ്റുള്ളവർക്ക് പോയി രണ്ടാമതൊരു മാനേജറെ സെലക്ട് ചെയ്യാനോ അവർക്കുള്ള ഗൈഡൻസ് കൊടുക്കാനോ കഴിഞ്ഞോണമെന്നില്ല. അപ്പം അത്രയും പ്രയാസപ്പെടുന്ന ഒരുപാട് റിസോർട്ടുകളും ഹോട്ടൽസും ഇന്ന് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലടക്കം പല ഭാഗങ്ങളിലും കാണുന്നുണ്ട്. അപ്പം അവരെ സഹായിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. ഇപ്പം അവർക്ക് ഇപ്പോൾ ഒരു ചെറിയ റിസോർട്ട് ഒരു 20 റൂംസ് അല്ലെങ്കിൽ ഒരു 50 റൂംസ് ഉള്ള ഹോട്ടലിന് നല്ലൊരു GM വെക്കണമെങ്കിൽ ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ചിലപ്പോൾ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് അവർക്ക് GM വെക്കാൻ കഴിയില്ല. കാരണം ആ പ്രോപ്പർട്ടിക്ക് അനുസരിച്ചുള്ള GM വെക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളെ അടുത്ത് നല്ല എമൗണ്ട് കൊടുത്ത് നിർത്തുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഇവർ ആ ഹോട്ടൽ എങ്ങനെ നമ്മുടെ ഹോട്ടലുകൾ മാനേജ് ചെയ്യുന്നു അതുപോലെ തന്നെ മാനേജ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും സൗദിയിൽ നിന്ന് ഇപ്പോഴും ഞങ്ങൾക്കൊരു 10 ഹോട്ടൽസിൻ്റെ ഒരു വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10 ഹോട്ടൽ നിങ്ങൾ വന്നിട്ടുണ്ട് മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ പരിചയമുള്ള ഒരു സൗദി പൗരൻ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോറിൻ കൺട്രിയിലേക്ക് കയറിയാൽ മതി എന്നാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ബോർഡിൻ്റെ അപ്പോഴത്തെ ഒരു തീരുമാനം ഉള്ളത്. അപ്പോൾ കൊറോണ എന്നുള്ളൊരു വില്ലൻ വേറെ പല ബിസിനസ്സിനെയും ബാധിച്ച പോലെ നമ്മളെ ചെറിയ രീതിയിൽ ബാധിച്ചെങ്കിലും ഇനി അങ്ങോട്ട് എന്താ പറയുക തിരിച്ച് കൊറോണ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മനുഷ്യന് കൊറോണ എങ്ങനെ ബാധിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ ചില ആളുകളെ ബാധിച്ചത് വലിയ രീതിയിൽ അവർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് ചെറിയ നോർമലായിട്ട് വന്ന് പോയിട്ടുണ്ട്, ചില ആളുകൾക്കൊന്നും സംഭവിക്കാതെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കമ്പനി ഇല്ലാതാക്കിയിട്ടുണ്ട്. എത്രയോ ഹോട്ടൽ ഇൻഡസ്ട്രീനെ നമ്മളെ നാട്ടിൽ നിന്ന് കൊറോണ ഇല്ലാതാക്കിയിട്ടുണ്ട്. ചില ഇൻഡസ്ട്രീനെ ഡെവലപ്പ് ചെയ്ത് പോന്നിട്ടുണ്ട്. കൊറോണ കാരണത്താൽ പ്രോഫിറ്റായ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ കൊറോണ എന്ന് പറഞ്ഞ സംഭവം നമ്മളെ നാടിനെയും നമ്മളെ ബിസിനസ്സിനെയും ഒക്കെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം കൊണ്ടുവന്നൊരു സംഭവമാണെന്ന് വിശ്വസിക്കുന്നതാണുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടും ഒരുപാട് സക്സസ് നമ്മളെ കേരള ടൂറിസം മേഖലയിലാണെങ്കിലും ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണെങ്കിലും അതിലൂടെ ഡിമോറയ്ക്കും നിങ്ങളെ ബിസിനസ്സിനും ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.